വീരശൂര പരാക്രമികളായ ബ്രിട്ടീഷുകാരുടെ കയ്യിൽ നിന്നും ആ മഹാൻ നമുക്ക് സ്വാതന്ത്ര്യം വാങ്ങിച്ചത് എങ്ങനെയാണെന്ന് അറിയാമോ? തോക്ക് ചൂണ്ടിയിട്ടല്ല, പട്ടിണി കിടന്ന്. അതുപോലെ നമുക്കും ഒരു തോക്കില്ല യുദ്ധം ആരംഭിക്കാം. എന്നുവെച്ചാ നമുക്ക് ആത്മഹത്യ ചെയ്യാം. ആത്മഹത്യയോ? അതെ, ഒരു ആത്മഹത്യാ ഭീഷണി. ജാതിയും മതമൊക്കെ പറയുമെങ്കിലും അടിസ്ഥാനപരമായി നമ്മുടെ രക്ഷിതാക്കളൊക്കെ പാവങ്ങളാ. അവരെ വരട്ടാൻ വേണ്ടി ഒരു തന്ത്രം. വിദ്യകളൊക്കെ ഞാൻ പറഞ്ഞുതരാം. ഓ അത് ശരി, ആത്മഹത്യാശ്രമം. കൊള്ളാം. ഇട കഴുതേ, ആരെങ്കിലും ഈ പഴഞ്ച ഏർപ്പാട് കൊണ്ട് നടക്കുമോ? ഇന്ത്യ ആണവരാഷ്ട്രമായി സ്വയം പ്രഖ്യാപിച്ച നൂറ്റാണ്ടായത്. ഹൈടെക്. ഈ ഹൈടെക് യുഗത്തിൽ ആരെങ്കിലും തൂങ്ങിച്ചാവൂടാ? എടാ, ഒന്നുകിൽ ഗ്യാസ് സ്റ്റൗ, അല്ലെങ്കിൽ നനഞ്ഞു തോർത്തിട്ട് കറണ്ടെ പിടിക്കുക. ഇനി ഇതൊന്നുമല്ല, വേദനയില്ലാത്ത മരണമാണ് ആവശ്യമെങ്കിൽ പൊട്ടാസ്യം സയനൈഡ്, ബി കോംപ്ലക്സ് പോലെ ഏത് മുറുക്കാക്കടലും കിട്ടും. കോക്കറി കാണിക്കല്ലേ. മനുഷ്യനോട് നടുവും തല്ലി വീണ് ചാവറായിട്ട് നിൽക്കുമ്പോഴാ മാതാമാഷൊരു പഠിച്ച തമാശ. അല്ല, നീ എന്തിനാ ഇത് ഇവിടെ തൂക്കിയത്? നിന്റെ മുറിയിലാവായിരുന്നില്ലേ? അവിടെ ആവുമ്പോ ആരും അറിയില്ല. അത് ഈ പർപ്പസിന് വേണ്ടി ഉണ്ടാക്കിയ റൂമല്ല. അവിടുത്തെ റൂഫിന് ഹൈറ്റ് ഇല്ല. അച്ഛനും മോനും വീണ്ടും തുടങ്ങിയോ? കണ്ടില്ലേ മോന്റെ പുതിയ ഹൈടെക്? അയ്യോ, എന്താ ഇത്? നീ എന്തിനാ കുറുക്കിട്ടത്? ചുമ്മാ ചുമ്മാതല്ല, നമ്മുടെ മോന് ഈ ഇടയായിട്ട് വേണ്ടാത്ത എന്തൊക്കെയോ തോന്നി തുടങ്ങി. കൂടുതൽ അറിയുന്ന മുസ്ലിംമാരെ അപ്പുറത്ത് അവരെന്തെങ്കിലും ചെയ്തു കാണോ? ഇനി കുട്ടിച്ചാത്തൻ ആരെങ്കിലും കൂടോത്രം ചെയ്യുവോ? എന്റെ ദേവി, ബാപ്പയും ഉമ്മയും മരിച്ചപ്പോ തലയിലാവുന്ന കരുതി സ്വന്തം കുടുംബക്കാർ പോലെ ഇട്ടെറിഞ്ഞു പോയതാ നമ്മളെ. എങ്ങനെയൊക്കെയോ ഇവിടം വരെ എത്തി. ഇനി ആ വീടിന്റെ കടം കൂടി തീർത്തിട്ട് വേണം നിന്നെ കെട്ടിച്ചയക്കാൻ. എന്തിനാ അതൊക്കെ ഇപ്പൊ പറയണേ? ഒരിക്കലും ഈ എത്തിയെ പോലെ ആവരുത്. നീയെങ്കിലും രക്ഷപ്പെടണം. ആ ഗ്ലാസിങ് എടുത്തു തരുമോ? എന്താ ഇത്? എന്തിനാ ഇത്? ആവശ്യമുണ്ട്. എന്താ ഇത്? മൂട്ടവിഷം. എന്റെ റബ്ബേ, എന്തിനാ ഇപ്പൊ മൂട്ടവിഷം? മൂട്ടയെ കൊല്ലാൻ. അതിനീ പോലെയുള്ള മൂട്ടയില്ലല്ലോ. എന്റെ പടച്ചോനെ, വല്ല ഇബിലിസോ ജിന്നോ എന്റെ മോളുടെ മേത്ത് കൂടിയാ. നിന്നോട് ആരാ പറഞ്ഞതൊക്കെ ചെന്ന് പറയാൻ? എന്താ മോളെ ഇത്? ഓള് ഇനി എന്തെങ്കിലും കടുങ്കൈ ചെയ്യുമെന്നോ എന്റെ പേടി. എത്ര നേരം ഒന്ന് വെച്ചിട്ടാ കാവലിരിക്കുക? പിന്നിപ്പോ എന്താ ചെയ്യുക? അരുതാത്ത ബന്ധത്തിന് സമ്മതം മൂളാനോ? ഓളിപ്പോ എന്തെടുക്ക? ഭക്ഷണം കഴിച്ചോണ്ടിരിക്കുക. ഭക്ഷണം കഴിക്കുവാണാ? അതിലിനി വിഷം കലർത്തിയിട്ടുണ്ടാ? അത് ഞാൻ പരീക്ഷിച്ചു. എങ്ങനെ? അതിന്ന് കുറച്ചെടുത്ത് ആദ്യം മൂസൂട്ടിക്ക് കൊടുത്തു. വിഷം പരീക്ഷിക്കാനാണ് നമ്മളെ പാലൂട്ടി തീറ്റിച്ചത്. വിഷം അകത്ത് എന്നാലും ചാവാത്ത ചെയ്താനായത് വിശ്വസിച്ചൂടാ. ആണുങ്ങളില്ലാത്ത വീടാ, ഒരു ശ്രദ്ധയില്ല. പിച്ചക്കാരുടെ വേഷം കിട്ടിയ ആൾക്കാരെ കുട്ടികളെ തട്ടിക്കൊണ്ടുപോണത്. ഞാൻ എടാ റാസ്കൽ തെറ്റിപ്പട്ടി, ചോദിക്കാൻ പറയാൻ ആളില്ലാതെ. അയ്യോ അയ്യോ, കാണാഭാഗത്തെ മറകിനിപ്പോ ചന്തം കൂടി ഉണ്ടാവോ? ഒന്ന് ഒളിഞ്ഞു നോക്കിയാലോ? അത് വേണ്ട, സ്വന്തം മുതലാരെങ്കിലും കട്ട് തിന്നു. എന്നാലും വെസ്ന കട്ട് തിന്നല്ലാതെ എന്താ നിവർത്തി? 2 വർഷം മരുഭൂമി കിടന്നവന്റെ മാനസികാവസ്ഥ അവൾക്കെങ്കിലും മനസ്സിലാവും. റബ്ബേ, പട്ടാപകല് മോഷണോ? അതും ബാത്റൂം മോഷണം. ഇവനെ
പടച്ചോനെ നീയായിരുന്നോ? നല്ല ഉന്നം നടുവാണ് ഉദ്ദേശിച്ചത്. അതെ, അവിടെ തന്നെ കൊണ്ടു. താങ്ക്സ്. നീ എന്താ ഇവിടെ? ഞാനിപ്പോ എവിടെയാ? കുളിസി കാണാൻ വന്നല്ലേ? അയ്യോ അല്ല, ഒരു പിച്ചക്കാരൻ ഇതിനകത്തുണ്ടാ? ഇതിനകത്തല്ല, പിച്ചക്കാരൻ ഞാൻ എറിഞ്ഞു ഓടിച്ചു. മതി മതി, ആൾക്കാര് കേക്കണ്ട. പുറത്തിറങ്ങിയ നാണക്കാടാ. സ്വന്തം ഭാര്യയുടെ കുളിച്ച് ഹസ്ബൻഡിനെ കാണാന്ന് പറഞ്ഞ അതല്ല കേട്ടവൻ. എന്റെ മോസൂട്ടി, നിനക്ക് എന്റെ മാനസികാവസ്ഥ മനസ്സിലാവില്ല. 2 കൊല്ലം മരുഭൂമിയില് അതേ മരുഭൂമി തന്നെയല്ലേ ഈ ഒട്ടകങ്ങളും കഴിയുന്നത്? അവരാരും ഇതുപോലെ കുളിച്ചും കാണുന്നില്ലല്ലോ. അയ്യോ ഞാനല്ല, വീട്ടുകാര് ഒരു ഒട്ടക. ഒട്ടകോ നിക്കടാ അവിടെ. ഓടണം ഞാൻ കണ്ടു. എന്താണ് ഒരു ബഹളം? നീയാ? എന്താ എന്താ? കലങ്ങി ആരാ കൊടുത്തത്? വാലോർക്ക ഞാനാ. ക്ഷമിക്കണം, ഞാൻ ആള് മാറിപ്പോയതാ. നബീസ് ഒന്ന് വിചാരിച്ച്. പ്രശ്നമൊന്നും ഉണ്ടാക്കരുത്, എന്നെ രക്ഷിക്കണം പ്ലീസ്. എന്താണ്ടാ ഇവിടെ? ഒരുത്തൻ ബാത്റൂമിൽ ഓടിക്കറി. ആരാണ്ടാ ബാത്റൂമിൽ കയറിയത്? അപ്പുറത്തെ കണ്ണനാണെന്ന സംശയം. അയ്യോ അള്ളാഹു ആണ്, ഓനെ ഇതിനകത്ത് കാല് കുത്തിയിട്ടില്ല. എന്നാ തലകുത്തിയായിരിക്കും വന്നത്. പിന്നെ ആരാടാ ബാത്റൂമിനകത്ത്? ഒട്ടകത്തെ പോലെ വീട് വിരിച്ചിട്ട് കറങ്ങി കിടക്കണ കണ്ടല്ലോ. എന്നോട് പറഞ്ഞിട്ടില്ലേ ഈ പടി ചവിട്ടല്ലെന്ന്? ഞാനല്ലേ ചവിട്ടിയത്, ഒട്ടകാണ് ചവിട്ടിയത്. അതിന്റെ അകത്ത് ആരാണെന്ന് അറിയാമോ? ആരാണ്? ആരാ അതാ ചോദിച്ചത്. ആരാണ്ടാ ബാത്റൂമിനകത്ത്? ആരാന്റെ ബാത്റൂമിനകത്ത്? തുറക്കടാ. ഇറങ്ങി വരാൻ. ചവിട്ടി പൊളിക്കും കേട്ടാ. ഇറങ്ങി വരാനാണ് പറഞ്ഞത്. ആരണയില്ലേ? നമ്മടെ സംശയം ശരിയായി. ഇറങ്ങി പാടി. അയ്യേ, ഇതൊരു മാതിരി ക്ലിന്റന്റെ സ്വഭാവം പോലെ ആയിപ്പോയി. അത് ഞാനൊരു പിച്ചക്കാരൻ ഓടി വന്നപ്പോ ഞാൻ അറിയാണ്ട് നാവിട്ടടിച്ച് മിടുക്കനാവാൻ നോക്കണ്ട, അല്ലെങ്കിൽ തന്നെ ഈ ഒരു ചട്ടിയാ. പ്രേമം നടിച്ച് ഒരു പെണ്ണിന്റെ ജീവിതം വഴിയാധാരമാക്കി. ഇപ്പൊ ഈ പെണ്ണിനെ എന്റെ നിരവരാത്ത ഭാര്യ ബോധ്യപ്പെടുത്തേണ്ട ആവശ്യമൊന്നും എനിക്കില്ല, ഒരാൾ ഒഴിച്ച്. വളഞ്ഞ വഴിയായി പോയെങ്കിലും ഒന്ന് കാണാൻ വന്ന ഈ മനസ്സും ശരീരവും അശുദ്ധമായിട്ടില്ല ഇപ്പോഴും. ഇവന്റെ ചപ്പടാച്ച് ഭർത്താനം കേട്ട് നീ വിശ്വസിക്കരുത്. ഇവനെ കാട്ടിലും നല്ലവനാ എന്റെ ജമാല്. ഇപ്പൊ പട്ടു പോലത്തെ സ്വഭാവാ. ഇത് പേടിപ്പിക്കാതെ. എന്തായാലും ഇവിടെ വന്ന് ചെറ്റത്തരം കാണിച്ച് കള്ള പന്നിയെ വെറുതെ വിട്ടാ ശരിയാവില്ല. നച്ചിമോള് പറ, എന്താണ് വേണ്ടത്? ഇവനെ തല്ലണ കൊല്ലണ? എനിക്ക് വേണ്ടി ആരെയും തല്ലിയും കൊല്ലും ഒന്നും വേണ്ട. എല്ലാവരും എനിക്കറിയാം. കേട്ടില്ലേ? താൻ എത്ര കാരണം പറഞ്ഞാലും ഓളുടെ മനസ്സ് അത് ഇപ്പോഴും കണ്ണന്റെ ഇല്ല. ഞാൻ വരും, എന്റെ നബീസിനെ കൊണ്ടുപോകും. ഈ ബലാലിനെ വെറുതെ വിട്ടാ ശരിയാവില്ല. എല്ലാം കൊളാക്കിയില്ലേ? കൊളോ ബാത്റൂം അല്ലേ അത്? അയ്യോ മാഷ് എന്താ മൂസൂട്ടി? അല്ല മാഷെ, അവിടെ മരുഭൂമിയില് ഒട്ടകം ഇങ്ങനെ പോയപ്പോ എന്റെ കൂടെ സ്വന്തം മരുമോളെയും പേരക്കുട്ടിയും കാണാൻ അച്ഛനും അമ്മയും ഒളിഞ്ഞു നോക്കിയത് അവന് വലിയ ഷെയിമായി പോയി. കണ്ടവന്റെ ബാത്റൂമിൽ കയറി ഒളിച്ചിരിക്കുന്ന ഷെയിമല്ലല്ലടാ. അല്ല മുസുട്ടി, അത് ആക്ച്വലി അല്ല ആക്ച്വലി ഒരു തഴിമൻ ബളകം. അമ്മ കുഞ്ഞുമുക്ക ജമാല് എന്താണോ ഈ വയനാടൻ കാട്ടുപോത്ത് എപ്പം മലയിറങ്ങി? അയാൾ ഇന്നിവിടെ എല്ലാം നിരപ്പാക്കും. എന്താണോ കൊമ്പന്റെ ബിംബും വമ്പന്റെ മുമ്പും അത്ര പന്തിയല്ല. നീ വണ്ടി വേഗം തിരിച്ചു വിട്ടോ. അതല്ലേക്ക, ഇക്ക എന്നൊന്നും മധ്യസ്ഥം പറഞ്ഞില്ലെങ്കിൽ അയാൾ അവനെ തല്ലിക്കൊല്ലും. അയാൾ തല്ലിക്കൊല്ലും. തല്ലിക്കൊല്ലട്ടെ. അപ്പൊ അതല്ല, വന്നേ ഒന്ന് ചെല്ലിക്ക പ്ലീസ്. അങ്ങോട്ടല്ല ഇങ്ങോട്ട് ഒന്ന് ചെല്ലിക്ക. ഇക്കൊന്ന് മധ്യസ്ഥ വായിക്ക. ചെല്ലി ഒന്ന് ചെല്ലി. വേണ്ടടാ എന്റെ ജമാലെ, എന്താ ഇത്? നിനക്ക് എന്ത് പറ്റി? നിനക്ക് ഭ്രാന്ത് പിടിച്ചാ? എനിക്ക് ഭ്രാന്ത് പിടിച്ചു. ഈ നായിന്റെ മോനെ എന്നെ ഭ്രാന്ത് പിടിപ്പിച്ചു. നബീസു തന്റെ പെണ്ണാണെന്ന് അവളുടെ നെറ്റിലൊന്നും എഴുതി വെച്ചിട്ടില്ലല്ലോ. അതേടാ, ഓൾ എന്റെ പെണ്ണ. ഓൾ ആരെങ്കിലും നോക്കിയാ ഓന്റെ മയ്യത്തെടുക്കും ഞാൻ. ഓനപ്പൊ നമ്മളെ നബീസോട്ട് ലവ് അതല്ലേ പറഞ്ഞത്. അപ്പൊ നിങ്ങളതൊന്നും അറിഞ്ഞില്ല? അല്ലാണ് നമ്മൾ അറിഞ്ഞില്ല. ഓന അത്രയ്ക്ക് ധിക്കാരവാ. എടാ ബടക്ക് ഹിന്ദിച്ചക്ക, ഓനക്ക് അത്രയ്ക്ക് ധൈര്യവാ. അടിവച്ച കിട്ടി.
സോറി ജമ്മൂക്ക അങ്ങോട്ട് മാറ. എവിടെ ആറാൻ പറഞ്ഞു ഇനി നിന്നെ ഒന്നും തല്ലാൻ എന്നെ കിട്ടില്ലടാ.